അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണെന്ന് അമേരിക്ക ചുമത്തിയ ഇറക്കുമതി തീരുവ ഏതാണ്ട് 50% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിയ അമേരിക്കൻ തീരുമാനം ഡൊണാൾഡ് ട്രംപിൻ്റെ വ്യക്തിപരമായ താല്പര്യമെടുത്തുള്ള തീരുമാനം ഇന്ന് നടപ്പിൽ വരികയാണ്. അതിനിടയിൽ ഒരു വാർത്ത പ്രചരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ബന്ധപ്പെടാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഫോണ് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന രീതിയിൽ നരേന്ദ്രമോദി പ്രതികരിച്ചു എന്ന രീതിയിലുള്ള വാർത്ത ജർമ്മൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന പിടിവാശിയാണ് ഇന്ത്യക്ക് നേരെയുള്ള ഈ ചുങ്കം 50% ഉയർത്താൻ കാരണം. ഒരുപക്ഷെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു തീരുമാനമാണ് അമേരിക്കയുടേത്. ഈ അവസരത്തിൽ അമേരിക്കയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി മധു കൊട്ടാരക്കരയും അതുപോലെ വിപണികളിൽ ഇതുണ്ടാക്കാൻ പോകുന്ന സാധ്യത, കാര്യം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന കടുത്ത തീരുമാനം അടിച്ചേൽപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എത്രയോ കാലമായി, അത് ഒരുപക്ഷെ ഇന്ത്യ പതിറ്റാണ്ടുകളായി റഷ്യയുടെ ബെസ്റ്റ് സുഹൃത്താണ്, ഏറ്റവും നല്ല സുഹൃത്താണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1971 ഉണ്ടാകുമ്പോൾ പിന്നിൽ നിന്ന് കുത്താൻ അമേരിക്ക ശ്രമിച്ചപ്പോഴും 13 ദിവസങ്ങൾ കൊണ്ട് ഇന്ദിരാഗാന്ധി യുദ്ധം അവസാനിപ്പിച്ചപ്പോഴും 7ാം കപ്പൽപ്പടയെ നമ്മുടെ സമുദ്ര അതിർത്തി കടത്തിവിടാൻ അമേരിക്ക ശ്രമിച്ചപ്പോഴും ഒക്കെ തന്നെ ഇന്ത്യക്ക് അഭയവും അത്താണിയും ഒക്കെ ആയത് റഷ്യയായിരുന്നു. ആ സൗഹൃദമൊന്നും ഒരിക്കലും ഇന്ത്യക്ക് ഇന്ത്യൻ ദേശീയ താല്പര്യത്തിനനുസരിച്ച് കേടാൻ കഴിയില്ല. എന്നാൽ ഇതിൻ്റെ നാരായവേരി പിഴുതെറിയാൻ കഴിയുമോ? ഇന്ത്യയിലെ എണ്ണ വിപണിയിലേക്ക് റഷ്യൻ എണ്ണ വരാതിരിക്കാൻ പഴുതുണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആലോചനയിലാണ് അന്തം വിട്ട ഒരു കളി അമേരിക്കൻ പ്രസിഡന്റ് കളിച്ചിരിക്കുന്നത്. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്. എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? അമേരിക്കയിലെ പൊതുവെയുള്ള ജനകീയ മാധ്യമങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത്? അമേരിക്കയിലെ പബ്ലിക് ഒപ്പീനിയൻ അമേരിക്കൻ ഭരണ സംവിധാനത്തെ സ്വാധീനിക്കാറുണ്ടല്ലോ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഉള്ള ഒരു അവസ്ഥ? ഗുഡ് മോർണിംഗ് എസ് കെ അറിയാമല്ലോ, മാധ്യമങ്ങളും ഡൊണാൾഡ് ട്രംപും പണ്ട് മുതലേ ചേർന്ന് പോകത്തില്ല. അതുകൊണ്ട് തന്നെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് മാധ്യമങ്ങളിൽ വരുന്നത്. ട്രംപിനെ അനുകൂലിക്കുന്ന ഫോക്സ് ന്യൂസ് പോലുള്ള മാധ്യമങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ന്യൂയോർക്ക് ടൈംസ് അതുപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റ് പോലുള്ള ഇത്തരം ഒരു തീരുമാനം തന്നെയുമല്ല 2 ദശാബ്ദക്കാലമായിട്ട് തന്ത്രപരമായ മേഖലകളിൽ ഇന്ത്യ അമേരിക്ക ഒരുപാട് മുമ്പോട്ട് പോയപ്പോൾ അതിന് വിള്ളൽ വരുന്ന രീതിയിലുള്ള ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ തീരുവ US ഏർപ്പെടുത്താൻ പോവുകയാണെന്ന് ഇത് സംബന്ധിച്ചുള്ള വകുപ്പുകൾ ചൊവ്വാഴ്ച തന്നെ ഇന്ത്യയെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 9:30 ശേഷം അമേരിക്കയിലേക്ക് തിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കായിരിക്കും അധിക തീരുവ ബാധകമാകുക. ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവകൾ വൈപ്പിക്കുവാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തീരെ താല്പര്യമില്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അറിയാം, കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലെ അടുത്ത US അംബാസഡറായി സെർജിയോ ഗോൾഡിനെ നിയമിച്ചപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ചില സൂചനകളാണെന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതും മങ്ങുകയാണ്. 30% ഉൽപ്പന്നങ്ങൾ ഡ്യൂട്ടി ഫ്രീ ആയത് കാരണം ഈ തീരുവ ബാധകമല്ല എന്നൊരു ആശ്വാസമുണ്ട്. അത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെയാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. അതുപോലെ ഓട്ടോ പാർട്സിനും 25% മാത്രമായിരിക്കും തീരുവ. പക്ഷെ പ്രധാനമായും ബാധിക്കുന്നത് സമുദ്രോൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, രത്നങ്ങൾ, കാർപ്പറ്റ്, ഫർണിച്ചർ മേഖലയെ വലിയ തോതിൽ ഈ തീരുവ ബാധിക്കുമെന്നാണ് ഒരു വിലയിരുത്തൽ. ഈ മേഖലയിൽ കുറഞ്ഞ താരിഫിൽ അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അതിൽ പ്രധാനം ബംഗ്ലാദേശ്, കംബോഡിയ, പാകിസ്ഥാൻ, ചൈന. ഈ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഈ അധിക തീരുവ അവസരം പരമാവധി മുതലെടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 50% തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഗണ്യമായ കുറവ് വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 40% കുറയുമ്പോൾ കഴിഞ്ഞ വർഷം 87 ബില്യൺ US ആയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി. അത് 49.6 ബില്യണിലേക്ക് താഴുമെന്നാണ് ഇത് സംബന്ധിച്ച ഗവേഷണ പഠനങ്ങൾ നടത്തിയ കേന്ദ്രങ്ങളുടെ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ആദ്യം 25% തീരുവ ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് തുടർന്ന് 25% പെനാൽറ്റി രൂപത്തിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യൻ എണ്ണ വലിയ തോതിൽ ഇന്ത്യ വാങ്ങുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്നങ്ങളിൽ 48% അമേരിക്കയിലേക്കാണ് എത്തുന്നത്. അതുപോലെ അമേരിക്കൻ ഭവനങ്ങളിൽ എത്തുന്ന തുണിത്തരങ്ങൾ 60% ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 60%, അതുപോലെ കാർപ്പറ്റ് 50% US കയറ്റുമതി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു വശത്ത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ US 2+2 ഡയലോഗ് ഫ്രെയിംവർക്കിന്റെ ഭാഗമായി വലിയ തോതിൽ ചർച്ചകൾ 2 രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട്. ഇന്ത്യ US പ്രധാന പ്രതിരോധ പങ്കാളിത്തത്തിനായിട്ടുള്ള ഒരു പുതിയ 10 വർഷത്തെ കരാർ അധികം വൈകാതെ ഒപ്പുവെക്കുകയാണ്.
പ്രതിരോധ ശാസ്ത്ര സാങ്കേതിക സഹകരണം, അതുപോലെ ഇന്റലിജൻസ് ആൻഡ് ഇൻഫർമേഷൻസ് പങ്കിടൽ, ഇവയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതായിട്ട് അതിനുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ടും ഈ ചർച്ചകൾ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നതായിട്ടും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ പറയുകയുണ്ടായി. SKN. ഓക്കെ താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും ഇന്ന് അമേരിക്ക അടിച്ചേൽപ്പിച്ച പകരച്ചുങ്കവും പിഴച്ചുങ്കവും ഒക്കെ തന്നെ ഇന്ന് നടപ്പിൽ വരികയാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ നിന്നുള്ള തുണിത്തരങ്ങൾ തന്നെ, അതുപോലെ കേരളത്തിലെ മത്സ്യം, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അമേരിക്കയിൽ എത്തുന്നുണ്ട്. അമേരിക്കൻ ഡോളറിൽ നമുക്ക് കിട്ടുന്ന വിദേശ നാണ്യം അതൊക്കെ വലിയ നമ്പറാണ്. ഇപ്പോൾ കിഴക്കമ്പലത്തെ, കൊച്ചിയിലെ കിഴക്കമ്പലത്തെ ടെക്സ്റ്റൈൽസ്, കിടെക്സ്, ഇവരൊക്കെ തന്നെ വാൾമാർട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുട്ടികളുടെ തുണി ഏതാണ്ട് 33% വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ തന്നെ വല്ലാതെ ബാധിക്കും. അതിപ്പോൾ നമ്മുടെ മലയാളികളായ ഒരുപാട് വ്യവസായികളെ ഈ അമേരിക്കയുടെ തീരുമാനം ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വളരെ അദ്ദേഹത്തിൻ്റെ കർക്കശമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് രാവിലെ 9 മണി മുതൽ ഈ പകരച്ചുങ്കവും ഇറക്കുമതി ചുങ്കവും 50% ആക്കിയതിൻ്റെ തീരുമാനം നടപ്പിൽ വരാൻ പോകുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ GDP പോലുമൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണ് അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.